യെസ്, വളരെ സുപ്രധാനമായ ഒരു വാർത്തയിലേക്കാണ് വരുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ഇഡിയുടെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് അയച്ചിരിക്കുന്ന CBI ഓഫീസർമാരാ വരുന്നത്. അന്വേഷിച്ച പിടി വീണത് തന്നെ. പിടി വീണ പിന്നെ ഉണ്ടതിന്നത് തന്നെ. മാസപ്പടി കേസിലാണ് നിലവിൽ ഈ റെയ്ഡ് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇനിയിപ്പോ രണ്ടാളും കുടുങ്ങുമല്ലോ. അവനവന് ഉള്ളതും കൊണ്ടിരുന്നാ പോരായിരുന്നോ? ഇനിയിപ്പോ കിടന്ന് പഠിച്ചിട്ട് എന്താ കാര്യം? 12 കേന്ദ്രങ്ങളിൽ 40-ലേറെ ED ഉദ്യോഗസ്ഥർ, അത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഇത്രയും 3 സംസ്ഥാനത്തു നിന്നുള്ള ED ഉദ്യോഗസ്ഥരാണ് ഈ റെയ്ഡിൽ പങ്കെടുക്കുന്നത്. കൊച്ചി വരെ പെരുമ്പാമ്പ് വിഴുങ്ങിയവന്റെ തലയിൽ ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടിന് മുന്നിൽ P ജയരാജൻ, KK രാഗേഷ് അടക്കമുള്ളവർ അവിടെയുണ്ട്. പ്രവർത്തകർ അവിടെ റോഡിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. അല്പസമയത്തിനകം വലിയ പ്രതിഷേധ പ്രകടനം നടക്കാനും പോകുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാവരും റൗണ്ടായിട്ട് എനിക്ക് ചുറ്റും നിന്ന് എനിക്ക് സെക്യൂരിറ്റി തരൂ. സരൺ കർത്ത മാനേജിംഗ് ഡയറക്ടറാണ്. ഈ കരിമണൽ കർത്ത എന്ന് പറയുന്ന ശശിധരൻ കർത്തയുടെ മകനാണ്. വീണ വിജയൻ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ മകളാണ്. ഈ 3 പേരെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഇഡിയിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അത് പ്രകാരം റെയ്ഡിൽ അപ്പുറത്തേക്കുള്ള ഏതെങ്കിലും നടപടി, അതായത് ആ നടപടി എന്ന് പറഞ്ഞാൽ ഒന്ന് അറസ്റ്റാണ്, രണ്ടാമത്തെ കസ്റ്റഡിയാണ്. ഇത് ഞാൻ കുടുങ്ങി ചാർലി, ശരിക്കും കുടുങ്ങി എന്ന് പറഞ്ഞാൽ കത്രയെ പൂട്ട് കഴിച്ച പോലെ. ഏത് മരവും ഒരു ദിവസം വീണല്ലേ പറ്റൂ. ചെയ്തു കൂട്ടിയ ദുഷ്ടതയ്ക്ക് കിട്ടി എന്ന് കൂട്ടിയാ മതി. എന്നാ ഞാനങ്ങട്